വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം ആസൂത്രിതമാണോ എന്നാണ് ചോദ്യം. ആസൂത്രിതമാണ് എന്ന് സംശയം ജനിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഞാനതിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് മാത്രം വിശദീകരിക്കാൻ ശ്രമിക്കാം. സംശയങ്ങളാണ്. അതിലാദ്യത്തേത്, നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷം ഒരു സംശയം ഉന്നയിച്ചു. ആ സംശയം അസ്ഥാനത്തല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നിപ്പോൾ ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടി ഒരു എംപവേർഡ് കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് എംപവേർഡ് കമ്മിറ്റിയിലുള്ളത്? എംപവേർഡ് കമ്മിറ്റിയിലുള്ളത് ധനസെക്രട്ടറിയുണ്ട്. ധനവകുപ്പ് മന്ത്രിയുടെ പേര് വി.ഡി. സതീശൻ. പോർട്ടിൻ്റെ സെക്രട്ടറിയുണ്ട്. പോർട്ടിൻ്റെ വകുപ്പ് മന്ത്രിയുടെ പേര് വി.ഡി. സതീശൻ. നിയമ സെക്രട്ടറിയുണ്ട്. വകുപ്പ് മന്ത്രിയുടെ പേര് വി.ഡി. സതീശൻ. അപ്പോൾ ഞാനും അപ്പനും സുഭദ്രയും എന്നത് മാറി അപ്പനും 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 എന്നത് മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നിയമപരമായൊരു പിശക് ധനവകുപ്പോ അതല്ലെങ്കിൽ പോർട്ട് വകുപ്പോ എത്തിച്ചേർന്ന ഒരു തീരുമാനത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടയാൾ വി.ഡി. സതീശൻ. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കേണ്ടത് തിരുത്തേണ്ടയാൾ വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ തിരുത്തുന്നതിനെ അനലൈസ് ചെയ്യുകയും അന്തിമമായി തീരുമാനത്തിലെത്തിക്കുകയും അത് ബജറ്റിലെത്തിക്കുകയും ചെയ്യേണ്ടതും വി.ഡി. സതീശൻ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വകുപ്പുകൾ നിർണായകമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഈ റിപ്പോർട്ട് ഈ എംപവേർഡ് കമ്മിറ്റിയിൽ നിന്ന് വരുമ്പോൾ അതിലെന്തെങ്കിലും സുതാര്യതയുണ്ടാകുമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ആന്തരികമായ ചില മൂല്യങ്ങളിൽ കൂടിയാണ്. നമ്മളതിനെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിൽ ചെക്സ് ആൻഡ് ബാലൻസസ് വളരെ വിസിബിളാണ്, ദൃശ്യമാണ്. നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൽ ചെക്സ് ആൻഡ് ബാലൻസസ് ആ അർത്ഥത്തിൽ അങ്ങനെ വിസിബിൾ അല്ല. എന്നാൽ അത് കൺവെൻഷൻ വഴി നമ്മൾ പലപ്പോഴും ആ ചെക്സ് ആൻഡ് ബാലൻസസ് നിലനിർത്തി പോരാറുണ്ട്. നമ്മുടെ ക്യാബിനറ്റിനുള്ളിലും അങ്ങനെ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് അവിടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു ദി ലെജിസ്ലേച്ചറാണുള്ളത്. ഇവിടെ നോക്കൂ, നിയമവകുപ്പ് മന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി, പോർട്ട് മന്ത്രി, ഇതെല്ലാം ഒരാളാണ്. അദ്ദേഹമാണ് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. സഭയിൽ എന്താണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്? ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നാണ്. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരാണ്? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വികസന പ്രോജക്റ്റിൻ്റെ അതോറിറ്റിയുടെ ചുമതലക്കാരാണ്, എക്സിക്യൂട്ടീവ് ഹെഡാണെന്ന് നിയമസഭയിൽ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പം ആദ്യത്തേത്, എല്ലാ വകുപ്പുകളും തൻ്റെ കയ്യിലേക്ക്, പ്രധാനപ്പെട്ട കീ പോർട്ട്ഫോളിയോസ് തൻ്റെ വകുപ്പിലേക്ക് എന്ന് വി.ഡി. സതീശൻ തീരുമാനിച്ചത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണോ? സ്വാഭാവികമായ സംശയം. അവിടെയാണ് ഈ പറയുന്ന മംഗലാപുരം യാത്രയും, മംഗലാപുരം യാത്രയിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ലാത്ത സഫ്രോൺ ഫ്ലൈറ്റിന് കൊടുത്തിരിക്കുന്ന ഫീസും ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് എന്നുള്ള വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സുതാര്യമല്ല രണ്ടാമത്തെ ഇടപാട്. ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഈ തുറമുഖ വകുപ്പിൽ ഇത്ര താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. തുറമുഖ വകുപ്പിൽ ഇത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തുറമുഖ വകുപ്പ് മാത്രമല്ല, ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്തു. സാധാരണ ആഭ്യന്തര വകുപ്പാണല്ലോ എപ്പോഴും ആളുകൾ കൈകാര്യം ചെയ്യുക. ഈ കെ. കാലത്ത് ശരിയാണ്, ധനവകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപൂർവം ചില സാഹചര്യങ്ങളിൽ ഉമ്മൻചാണ്ടി ധനവകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിഷൻ സമുദ്രയായി തൻ്റെ കാലത്തെ മാറ്റാനുള്ളൊരു നീക്കമാണ്. അത് അദാനി പോർട്ടിനെ കേന്ദ്രീകരിച്ചു മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംശയം സ്വാഭാവികമാണ്. എല്ലാ വകുപ്പുകളുടെയും ചുമതല തൻ്റെ നേർക്ക് വരുന്നു എന്നുള്ളത്. നോക്കൂ, എത്ര ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഗുരുതരമായ ആക്ഷേപം? നമ്മുടെ കയ്യിൽ രണ്ട് കരാറുകളുണ്ട്. ഒന്ന്, 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി സംസ്ഥാന സർക്കാർ അതോറിറ്റിയും ഒപ്പം വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻറ്റിൻ്റെ, വിഴിഞ്ഞം തുറമുഖ വികസനത്തിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കൺസെഷണറുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ് എൻ്റെ ഇടത് കൈവശത്തിരിക്കുന്നത്. അതിൽ 5.31 എന്ന് പറയുന്ന ഭാഗത്ത് ഒബ്ലിഗേഷൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇക്വിറ്റി ഷെയറുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതോ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നതോ ഡയറക്ടർ ബോർഡിൽ മാറ്റം വരുത്തുന്നതോ നിലവിൽ അതോറിറ്റി അറിയിച്ചിരിക്കണം, അഥവാ സ്റ്റേറ്റിനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ ക്ലോസിൽ പറയുന്നത്. ഉണ്ടല്ലോ, ഉണ്ട്. ഇനി എൻ്റെ വലത് കൈവശം ഇരിക്കുന്നതാവട്ടെ ഇക്കഴിഞ്ഞ ജൂൺ മാസം 29-ാം തീയതി അദാനി സെബി അറിയിച്ചിരിക്കുന്ന കത്തിലാണ്. നേരത്തെ മാധു കൃത്യമായി സൂചിപ്പിച്ചതുപോലെ 843 കോടി രൂപ ഇതിനകം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് കമ്പനി? അദാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് കൊടുത്തിരിക്കുന്ന അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ തെറ്റിദ്ധാരണ ഈ സർക്കാരിൻ്റെ ഷെയർ വിറ്റിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പച്ചക്കള്ളമാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയറിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല. AVPP എന്ന് പറയുന്നത്
പൂർണ്ണമായും 100% അദാനിക്ക് മാത്രം ഷെയർ ഉള്ള ഒരു കമ്പനിയാണ്. അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ഉദ്ദേശം വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻ്റ് ആണ്. ആ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി നിർമ്മിച്ച SPV മാത്രമായ ഈ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഷെയറായ 49% വിൽക്കുന്നു എന്നുള്ളത് നിലവിൽ 2015 ഒപ്പുവെച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ ക്ലോസ് 5 3 ക്ലോസ് 1 ക്ലിയർ വയലേഷനാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 25% കൂടുതൽ നിങ്ങൾ ഇക്വിറ്റി ഷെയറിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, 49%. അദാനി ആദ്യം പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഓണർഷിപ്പ് ഞങ്ങൾ മാറ്റുന്നില്ലെന്നോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഓണർഷിപ്പ് ഞങ്ങൾ മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഓണർഷിപ്പ് മാറ്റുന്നില്ല. ഡയറക്ടർ ബോർഡിനെ ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. MSCയിൽ നിന്നൊരു ഡയറക്ടർ ബോർഡും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നേരിട്ടല്ല കേട്ടോ MSC ഇതിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. MSCയുടെ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്, മുണ്ടി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടാണ് ഈ അദാനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ മൊത്തം 27,000 കോടി രൂപയുടെ ടേൺ ഓവർ 2028 ഉണ്ടാകുമെന്ന് കാട്ടി 13,240 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇപ്പോൾ അദാനി ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയിൽ, ഏത് കമ്പനിയിൽ? അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ ഷെയർ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആ കമ്പനി ഈ ഓഹരി കൈമാറ്റം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ പോയാൽ എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സർക്കാരിനെ മിഴുങ്ങസിയാതെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. വേണ്ടി വന്നാൽ 37 സെക്ഷൻ പ്രകാരം സസ്പെൻഡ് ചെയ്യാനുള്ള അതോറിറ്റി ഇതേ സർക്കാരിന്, ഇതേ അതോറിറ്റിക്ക് നിലവിൽ കൊടുക്കുന്നുണ്ട്. കരുത്തുണ്ടോ? ആംബിയറുണ്ടോ സസ്പെൻഡ് ചെയ്യാൻ? ഈ വരുന്ന ദിവസങ്ങളിലെ വിഴിഞ്ഞത്തു നിന്നുള്ള പോർട്ട് ഫീ അടക്കമുള്ള ഫീ കളക്ട് ചെയ്യുന്നതിൽ നിന്ന്, കൺസെഷൻ എഗ്രിമെന്റിൽ നിന്ന് താൽക്കാലികമായ ഒരു വിശദീകരണം തരുന്നതുവരെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആംബിയർ കാണിക്കുമോ എന്നുള്ളതാണ്. ഈ ആംബിയർ എന്ന് പറയുന്നത് ഏതെങ്കിലും വിദേശ മൂലധന നിക്ഷേപമോ സംസ്ഥാനത്ത് മൂലധന നിക്ഷേപമോ നടത്തുന്ന കമ്പനികളെ നിരുത്സാഹപ്പെടുത്താനല്ല, ഇത് പബ്ലിക് ഇൻട്രസ്റ്റിൽ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. നേരത്തെ തുടക്കത്തിൽ PR സുനിൽ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആംബിയറുള്ള കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു. ദിസ് പ്രോജക്റ്റ് ഈസ് ഗുഡ് ഫോർ അദാനി എന്ന് പറയാൻ കേപ്പബിളുള്ള, ജനങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും അദാനിക്കാതിൻ്റെ ഗുണമെന്നും പറയാൻ പറ്റുന്ന ഒരു നേതാക്കളുണ്ടായിരുന്നു. ഒടുവിലിത് സംസ്ഥാന സർക്കാർ ഈ കരാറിൽ ഒപ്പിടുമ്പോഴും, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരാറിൽ ഒപ്പിട്ടതിനേക്കാൾ 3 ക്ലോസുകൾ അധികം കൂട്ടിച്ചേർത്ത് LDF സർക്കാർ ഒപ്പിടുമ്പോഴും 2080 വരെ നിസ്സഹായനായി നിൽക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ എന്നാണ്. പക്ഷേ ഈ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം തൽക്കാലം നമുക്ക് പറയാം, നിങ്ങൾ ഇതിൽ ഒരു കൃത്യമായ വിശദീകരണം തരാത്ത പക്ഷം നിങ്ങളെ ഈ പോർട്ടിൻ്റെ ട്രാൻസ്ഷിപ്പിൻ്റെ ഈ ബിസിനസ്സിൽ നിന്ന് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള പ്രൊവിഷൻ ഇതിലുണ്ട്. വേണ്ടി വന്നാൽ 38 അനുസരിച്ച് ടെർമിനേറ്റ് ചെയ്യാനും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലുമുള്ള ഒരു സാധ്യത ഇതിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട് 1 ഇതിൽ മുഖ്യമന്ത്രിക്ക്, നമ്മളുടെ പോർട്ട് മന്ത്രിക്ക്, നമ്മുടെ ധനമന്ത്രിക്ക്, നമ്മുടെ നിയമന്ത്രിക്ക്, ഇതെല്ലാം ഒന്നായ VD സതീശന് ഇതിൽ ഏതെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിലവിൽ പ്രത്യക്ഷത്തിൽ തന്നെ കരാർ ലംഘനം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 എഗ്രിമെന്റ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. നിലവിൽ ഈ ക്ലോസ് വെച്ചുകൊണ്ട് കൺസെഷൻ എഗ്രിമെന്റിന്റെ വയലേഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെ തൽക്കാലത്തേക്ക്, എന്നതേക്കുമായി വേണമെന്നില്ല, ഒരാഴ്ചത്തേക്ക് വേണ്ട, ഒരു ദിവസത്തേക്ക് ഈ വിഴിഞ്ഞത്തിന്റെ ട്രാൻസ്ഷിപ്പിന്റെ കൈകാര്യം ചെയ്യലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് ഇത് ആസൂത്രിതമോ എന്ന ചോദ്യത്തിന് നേരത്തെ മാധു സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ചുമതലയുണ്ടായിരുന്ന നമ്മുടെ ദിവ്യ S അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളതാണ്. പൊതുവെയുള്ള സ്ഥാനചലനം എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതിയതെങ്കിൽ തെറ്റി. താരതമ്യേന വൃത്തിയായി തന്നെ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ് ടെർമിനലിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ദിവ്യ S. അതിൽ അവർ കാണിച്ച നേതൃത്വപരമായ കഴിവിനെ നമ്മളടക്കം എല്ലാവരും, പ്രതിപക്ഷമടക്കം എല്ലാവരും അന്ന് തന്നെ ആദരിച്ചിരുന്നതാണ്, ബഹുമാനിച്ചിരുന്നതാണ്. അവരതിൽ അസാമാന്യമായ അവരുടെ നേതൃത്വശേഷി പ്രകടിപ്പിച്ചിരുന്നതുമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും നമുക്കുണ്ടായിരുന്നില്ല. MSCയുടെ വലിയ ഭീമൻ കപ്പലുകൾ വരുന്നതടക്കമുള്ള കാര്യങ്ങളെ നമ്മൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ദിവ്യ അവിടെ നിന്ന് മാറ്റിയത്? ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങളുണ്ട്. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഞാൻ നടത്തിയ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്ന 2 കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്ന് രാകേഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. എന്തെന്നാൽ അറിയേണ്ട 2 കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന്, ദിവ്യ S അയ്യരെ ഈ പോർട്ടിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് അദാനിയുടെ താല്പര്യപ്രകാരമായിരുന്നോ? നമ്പർ 1, അദാനിയുടെ താല്പര്യം എന്തിനാണ് എന്ന ചോദ്യമാണ് പ്രസക്തം. അദാനി ഇതിനു മുമ്പും കരാർ വയലേഷൻസ് നടത്തിയിരുന്നോ? 2 ചോദ്യങ്ങളാണ് എനിക്ക് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട മന്ത്രിയോടുള്ളത്.
ഒന്ന്, അദാനി ഇതിനു മുമ്പ് നടത്തിയ ചെറുതും വലുതുമായ ചില വയലേഷൻസിന് പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് അന്ന് പോർട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന ദിവ്യ എസ് നായർ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അദാനിക്ക് ദിവ്യ എസ് നായർ അയച്ച നോട്ടീസ്, അതിനുള്ള മറുപടി അദാനി കൊടുത്തിരുന്നോ? ആ അദാനി കൊടുത്ത മറുപടികളിൽ തൃപ്തയല്ലാതെ പെനാൾട്ടി അടയ്ക്കാൻ പോലും ദിവ്യ എസ് നായർ അദാനി എന്ന കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ദിവ്യ എസ് അയ്യർ അങ്ങനെ കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് നോട്ടീസ് കൊടുത്തിരുന്നു. നോട്ടീസിന് ശേഷം തൃപ്തികരമല്ലാത്ത വിശദീകരണത്തിന് പെനാൽറ്റി അടയ്ക്കാൻ പോലും നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇത് അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നോ? അവരുടെ താല്പര്യമാണോ ഓരോ തരത്തിലുള്ള വയലേഷൻസും ചൂണ്ടിക്കാട്ടി നോട്ടീസ് അയക്കുന്ന ദിവ്യ എസ് അയ്യരുടെ പോർട്ടിന്റെ ചുമതലയുള്ള MD-യുടെ നോട്ടീസുകൾ ഇടയ്ക്കിടയ്ക്ക് അദാനി പോർട്ടിന് ലഭിക്കുന്നത് ഒരു അസൗകര്യമായി അദാനി കണ്ടിരുന്നോ? ചോദ്യം 1. ആ താല്പര്യമായിരുന്നോ നിലവിൽ VD സതീശൻ ഈ പോർട്ട് ചുമതലയിൽ നിന്ന് ഈ ദിവ്യ എസ് അയ്യരെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്? ഈ തീരുമാനമാണോ അന്ന് മംഗലാപുരത്തേക്കുള്ള യാത്രാവേളയിൽ എടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം ഇവിടെ ദിവ്യയാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കൂല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ എഗ്രിമെന്റിൽ ചെറിയ കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന വിവരം അനുസരിച്ച് ചെറിയ വയലേഷൻസിന്, ഉദാഹരണത്തിന് ഈ അവിടെ പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ആ മാനദണ്ഡങ്ങൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വെസൽ ഈ ട്രാൻസ്ഷിപ്മെന്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര സമയം അവിടെ ബർത്തിങ് നടത്താം, എത്ര സമയം കൊണ്ട് ആ പോർട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം, അത് എപ്പോൾ വിട്ടുപോകണം, അത് എത്ര സമയം ബർത്തിൽ കിടക്കുന്നു, അതിന് പലതരത്തിലുള്ള ഫീകളുണ്ട്. ആ ഫീകളടക്കം ബർത്തിൽ എത്ര സമയം ഷിപ്പ് കിടക്കുന്നു, വിട്ടുപോകുന്നു, അവിടെ അവശേഷിപ്പിച്ചു പോകുന്ന സാധനങ്ങൾ, ഇതിലെല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി ഓരോ വയലേഷൻസിനും നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അത്രയും കൃത്യമായി തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് പറ്റൂല. കോർപ്പറേറ്റ് കമ്പനി എന്താ പറയുക? ഉദാഹരണത്തിന് ഞാൻ പറയാം, വരുമാനത്തിന്റെ കാര്യത്തിൽ വരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവിടെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. 843 കോടി രൂപയാണ് ഇതുവരെയുള്ള വിഴിഞ്ഞത്തിന്റെ വരുമാനം. നാളിതുവരെയാണ് കേട്ടോ. ആ ടെർമിനലിൽ കൂടുതൽ കപ്പലുകൾ വരുന്ന മാസം വരുമാനം കുറയുന്നതായിട്ട് കാണുക. ഒരു കപ്പൽ എത്തുമ്പോൾ അതിന് വിവിധ ഫീകളുണ്ട്. 32ഓളം ഹെഡുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോൾ ആങ്കറേജ് ഫീ ഉണ്ട്, അതിൽ ബർത്തിങ് ഫീ ഉണ്ട്, അതിൽ യാർഡ് ഫീ ഉണ്ട്. ഓരോ ഫെസിലിറ്റിയും ഉപയോഗിക്കുന്നതിനുള്ള ഫീസ് ഈ പോർട്ടിൽ പബ്ലിക് ഡൊമൈനിൽ അത് ലഭ്യമാണ്. അങ്ങനെ ഓരോ ഹെഡിൽ നിന്നും ഈടാക്കേണ്ട ഫീസിൽ കൃത്യമായ കണക്ക് കാണിക്കില്ല. ആ കൃത്യമായ കണക്ക് കാണിക്കാത്തപ്പോൾ അതിന് നോട്ടീസ് അയക്കുക എന്നതാണ് MD-യുടെ പണി. അതാണ് MD ചെയ്തുകൊണ്ടിരുന്നതും. ഇത് MD ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് MD അഥവാ ദിവ്യയെ യഥാർത്ഥത്തിൽ കണ്ണിലെ കരടായി കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അത്തരത്തിൽ ഈ പറയുന്ന എഗ്രിമെന്റ് ബ്രീച്ച് ഉണ്ടായി എന്നുള്ള കാര്യം ദിവ്യ എസ്സർക്ക് മനസ്സിലാവുകയും അദാനിയോട് നോട്ടീസ് അയക്കും. പക്ഷേ മറുപടി കൊടുക്കും. ആ മറുപടികൾ തൃപ്തികരമല്ല. എപ്പോഴും കോർപ്പറേറ്റ് കമ്പനിയുടെ വിശദീകരണം അങ്ങനെ ആയിരിക്കും. അതിനെ ഡിഫൈൻ ഇപ്പൊ നോക്കൂ, ഈ സെബി എന്തെങ്കിലും തരത്തിലുള്ള നടപടികളുണ്ടാവും. തിരിച്ചങ്ങോട്ട് നടപടികളുണ്ടാവും. നോട്ടീസ് അയക്കുക എന്നത് മാത്രമാണ്. അതാണ് ആ നടപടികൾ എന്ന് പറയുന്നത്. നോട്ടീസ് അയക്കുമ്പോൾ അവർ അപ്പോളജി അയക്കും. അടുത്ത തവണ വരുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ചുകൊള്ളാം. കാര്യം ഇതൊരു കൺസെഷൻ എഗ്രിമെന്റ് ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു കപ്പലിന് ഇപ്പോൾ നിങ്ങൾക്ക് $100 കുറഞ്ഞു എന്ന് പറഞ്ഞ് പിഴയിടാനൊന്നും പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോകാം. ഒരു കൊല്യൂഷനിലേക്ക് പോകും. പകരം എന്ന് പറയും, പകരം കമ്പനി ഒരു കോർപ്പറേറ്റ് നയത്തിന്റെ ഭാഗമായിട്ട് ഒരു കത്തയക്കും. അത് അടുത്ത വെസൽ വരുമ്പോൾ ഞങ്ങൾ പരിഹരിച്ചുകൊള്ളാം. അദാനി കമ്പനി ഇങ്ങനെ ഇത്തരത്തിലുള്ള ബ്രീച്ച് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെയും അത് പുറത്തു വരേണ്ടതല്ല. ഈ MSC എൽസയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായല്ലോ, അപകടത്തിന്റെ പശ്ചാത്തലം. അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലും എന്തുകൊണ്ടാണ് പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്താത്തതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അന്നും വേണ്ടിയിട്ടില്ല. ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഇന്ന് VD സതീശൻ കാണിക്കുന്ന സാധനം ജനങ്ങളോട് പറയുന്നില്ല എന്ന് പറയുന്ന സാധനം അതൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ MSC ആണെങ്കിലും മറ്റേതെങ്കിലും കമ്പനി ആണെങ്കിലും പെട്ടെന്നുണ്ടാക്കുന്ന നെറേറ്റീവ് എന്താ? സംസ്ഥാനത്ത് വിദേശ മൂലധന നിക്ഷേപം കൊണ്ടുവരുന്നതിനെതിരാണ് എന്ന് പറയുന്ന ആശയം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. VD സതീശന്റെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ VD സതീശൻ മറുപടി പറയേണ്ടത് VD സതീശന്റെ 3 വകുപ്പുകൾ കയ്യിലിരിക്കുകയാണെന്നേ. ആ 3 വകുപ്പുകൾ കയ്യിലിരിക്കുമ്പോൾ ഈ വകുപ്പ് കൈവശം ഇരുന്ന ആളുകൾ മിണ്ടിയിട്ടില്ല. അല്ല, അതിന്റെ കാരണം എന്താ? ഒന്ന്, അതൊരു ആർബിട്രേഷനിൽ കിടക്കുന്ന വിഷയമാണ്. അത് സംസ്ഥാന സർക്കാർ, നിങ്ങൾ നോക്കൂ, MSC എൽസ കപ്പല് അപകടത്തിൽപ്പെടുമ്പോൾ അത് ആർബിട്രേഷനിൽ ഇരിക്കുന്ന വിഷയമാണ്. ആർബിട്രേഷനിൽ ഇരിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അഭിപ്രായം പറയാനില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ പറയണ്ട. പക്ഷേ പോർട്ടൽ രജിസ്റ്ററും എന്തൊക്കെ അതിൽ ഉണ്ടായിരിക്കണമെന്ന വിവരങ്ങളും ഉണ്ടാകണം. ലോഡ് രജിസ്റ്റർ ഉണ്ടാകണം. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 1200 കോടി രൂപ ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് MSC എൽസ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ്. അക്കാര്യത്തിൽ നമുക്ക് അനുകൂലമായി ഭാഗികമായി ഒരു ഭാഗത്തിൽ നീക്കമുണ്ടായി. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് തന്നിട്ടില്ല. MSC കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേസിന്റെ കാര്യമല്ല സർ.
കേസ് നടക്കുന്നു. പക്ഷേ കേസിന് മുൻപും അപകടത്തിൽപ്പെടുന്നതിന് മുൻപും ഒരു പോർട്ടിലേക്ക് ഒരു വെസൽ വരുമ്പോൾ അതിൽ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട ലോഡ് ലിസ്റ്റ് അവിടെ കൊടുക്കണം. അത് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ പബ്ലിക് ഡൊമൈനിൽ വേണ്ട സർ, പബ്ലിക് ഡൊമൈനിൽ വേണ്ട, പക്ഷെ പോർട്ടിൽ ഉണ്ടാകണം. അപകടമുണ്ടായ സമയത്ത് ഏറ്റവും ഗുരുതരമായ രാസപദാർത്ഥങ്ങളുടെ ലീക്ക് ഉണ്ടായോ എന്ന അടക്കമുള്ള ആശങ്കകൾ ഉണ്ടായ സമയത്തും സർക്കാരിന് വിവരം ഉണ്ടായിരുന്നില്ല. അല്ല, സർക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ പോർട്ടിന്റെ പൂർണ്ണമായിട്ടുമുള്ള ചുമതല, എന്തൊക്കെ ഉള്ളിൽ വരുന്നു പുറത്തു പോകുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള പ്രാഥമിക സൗകര്യം മാധു നിലവിൽ വിഴിഞ്ഞത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല, വിഴിഞ്ഞത്തിൽ എപ്പോഴും ഇല്ല. ഇനി വിഴിഞ്ഞത്ത് നാളെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ ഈ കണ്ടെയ്നറുകൾക്ക് സ്ക്രീനിങ് ചെയ്യാനുള്ള സ്ക്രീനിംഗ് ഫെസിലിറ്റി ഇല്ലാത്തിടത്ത് വരുമ്പോൾ ലിസ്റ്റ് കൊടുക്കണം. അല്ല, ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആവണമെന്ന് ഉറപ്പില്ലല്ലോ. എന്നാലും നമുക്കും അതും ഉണ്ടായിരുന്നില്ല. അതുമില്ല, ഒന്നുമില്ല. വിഴിഞ്ഞത്ത് ഈ പറയുന്ന പോർട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വിഴിഞ്ഞത്തെ അദാനിയുടെ പോർട്ട് ലിമിറ്റഡിന്റെ ചുമതലയിൽ നിന്ന് ഓരോരോ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോർട്ട് ഡയറക്ടറായ ദിവ്യ കത്തയച്ചിരുന്നു എന്നുള്ളതാണ്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അസംതൃപ്തി ഉണ്ടാവുന്നത്. അങ്ങയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. കത്തയച്ചിരുന്നു, അത് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. പോർട്ടുമായി ബന്ധപ്പെട്ട ആളുകൾ ഔദ്യോഗികമായ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഒരു കമ്പനി ഒരു കമ്പനി എപ്പോഴും അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ഓരോ കാര്യങ്ങളും വിഴിഞ്ഞത്ത് ഒരു കമ്പനിക്ക് 100 രൂപ അദാനി കുറച്ചു എന്ന് പറയുന്നത് വലിയ രീതിയിൽ എപ്പോഴാണ് അത് ചർച്ചയാവുന്നത്? ഇതേപോലെ ഗ്രോസ് വയലേഷൻസ് വരുന്ന സമയത്താണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായും ചെറുതും വലുതുമായിട്ടുള്ള വയലേഷൻസ് ഉണ്ടാവും. ആ വയലേഷൻസിനെ അതാത് സമയത്തുള്ള പോർട്ടിന്റെ ചുമതലയുള്ള ഡയറക്ടർ ചൂണ്ടിക്കാണിക്കും, അത് പരിഹരിക്കും. ചിലപ്പോൾ അത് പരിഹരിക്കപ്പെടാതെ പോകും, അടുത്ത ബസ്സിൽ വരുമ്പോൾ പരിഹരിക്കും. ഇതൊക്കെയാണ്. പക്ഷേ നിരന്തരം അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു എന്ന തോന്നലുണ്ട്. ഇപ്പൊ എന്താ? നോട്ടീസും വേണ്ട, എല്ലാം അദാനിക്ക് വളരെ കൃത്യമായി കൃത്യമായി അദാനി നിശ്ചയിച്ചതുപോലെ നടക്കുന്നു എന്ന മട്ടിലാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ തുറമുഖത്തിന്റെ സെക്രട്ടറി ആയിരുന്ന രത്തൻ ഖേൽക്കർ തന്നെയാണ്. അതിൽ രത്തൻ ഖേൽക്കറിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ ജെർമി ജോർജ് അല്ലേ ആണ് നിലവിൽ ചുമതലയുള്ളത്. അപ്പം മൊത്തത്തിൽ ഈ കാര്യങ്ങൾ ആസൂത്രിതമാണോ എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് സംശയമുള്ളത്. ഒന്ന്, വി ഡി സതീശൻ എല്ലാ വകുപ്പുകളുടെയും ചുമതല ഏറ്റെടുക്കുകയും ഈ പറയുന്ന എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വി ഡി സതീശന്റെ ഹോൾ ഡിപ്പാർട്ട്മെന്റ് 3 ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് തയ്യാറാക്കുന്ന ഒന്നായി മാറുകയും ചെയ്യുമ്പോൾ അതിൽ സുതാര്യത കുറവ്, ചെക്സ് ആൻഡ് ബാലൻസ് ഇല്ല. വി ഡി സതീശനെ തിരുത്താൻ ഒരു കക്ഷിക്കും അവിടെ കഴിയില്ല എന്നുള്ള കാര്യം വി ഡി സതീശൻ അറിയാവുന്ന രഹസ്യം തന്റെ ഉദ്യോഗസ്ഥന്മാരുമായി 3 വകുപ്പുകളിലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ആസൂത്രിതമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് നിരന്തരമായി കൃത്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന പോർട്ട് ഡയറക്ടർ എന്ന നിലയിൽ നന്നായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയത്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേ നമുക്ക് വേണ്ടൂ. ആ ചോദ്യങ്ങൾക്ക്, അതായത് ഇതിനു മുമ്പും വയലേഷൻസ്, ചെറുതും വലുതുമായ വയലേഷൻസിന് പിഴയിടുന്നതും നോട്ടീസ് അയക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ? അത് ഈ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അസ്വീകാര്യമായിരുന്നോ? അതാണോ ദിവ്യയുടെ സ്ഥാനചലനത്തിനുള്ള കാരണം എന്നുള്ളത് കൂടി ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ നിമിഷം വരെയും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, നമ്മുടെ പോർട്ട് മന്ത്രി വി ഡി സതീശൻ, നമ്മുടെ തുറമുഖ മന്ത്രി വി ഡി സതീശൻ, നമ്മുടെ നിയമവകുപ്പ് മന്ത്രി വി ഡി സതീശൻ വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. Meet the editors.